ഹായ് എവരി വൺ, ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PCOD അഥവാ PCOS കൊണ്ട് ഒരുപാട് ലേഡീസ് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ വീണ്ടും വീണ്ടും എല്ലാവരും ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്നുള്ളത്. PCOD എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് നമ്മുടെ യൂട്രസിന്റെ ഉള്ളിലൊക്കെ നിറയെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ഉണ്ടാവും. സാധാരണ രീതിയിൽ കുറച്ചൊക്കെ ഉണ്ടാവും, പക്ഷെ PCOD ഉള്ളവർക്ക് ഒരുപാട് കുരുക്കൾ ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ പ്രത്യക്ഷത്തിൽ കുറെ ലക്ഷണങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനമാണ് നമ്മുടെ ഫേസിലൊക്കെ പിമ്പിൾസ് വരിക എന്നുള്ളത്. പിമ്പിൾസ് എന്ന് പറയുമ്പോൾ ചെറിയ ഒരു ഒന്നോ രണ്ടോ കുരുക്കളൊന്നും അല്ല, ഒരു ബഞ്ച് ഓഫ് പിമ്പിൾസ് വരും ഫേസിൽ. അതുപോലെ അക്നേസ് വരും, ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ടുകൾ വരും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ടാവും. അതായത് സാധാരണ മീശ നമ്മൾ ആണുങ്ങൾക്കാണല്ലോ കണ്ടുവരുന്നത്. ഇങ്ങനെ PCOD ഉള്ളവർക്ക് അതുപോലെയുള്ള രോമങ്ങൾ അത്രയും കട്ടിയോടെ ഇല്ലെങ്കിലും ചെറിയ രോമങ്ങൾ ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മുടെ ചെവിയുടെ ഈ സൈഡിലൊക്കെ ആയിട്ട് രോമങ്ങൾ വളരാൻ തുടങ്ങും. പിന്നെ ഫേസ് ആകെ ഡള്ളായിരിക്കും, ഫേസൊക്കെ നല്ല ബ്ലാക്ക് കളറിൽ ആവാറുമുണ്ട്. ഇങ്ങനെയുള്ള ഓരോരോ ലക്ഷണങ്ങൾ മാറി വരും കേട്ടോ. ചിലർക്ക് പിമ്പിൾസ് ആയിട്ടായിരിക്കും വരുന്നത്, ചിലർക്ക് എക്നേസ് ആയിരിക്കും, ചിലർക്ക് രണ്ടും കൂടെ ഒരുമിച്ച് വരും. ഇങ്ങനെ പല ലക്ഷണങ്ങളും കാണിച്ചു തരും നമ്മുടെ ശരീരം PCOD ഉള്ളവർക്ക്. പിന്നെ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, നമുക്ക് എപ്പോഴും അകാരണമായിട്ട് കരച്ചിൽ വരിക, ഡിപ്രഷൻ പോലെ വരിക, റൂം അടച്ചിട്ട് ഞാൻ കരയുന്നത് എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും അത്. അത്ര അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ PCOD ഉള്ള ലേഡീസ്. അപ്പോൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കാം. നമ്മുടെ യൂട്രസിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ എല്ലാ ലേഡീസും ഇയർലി വൺസ് എങ്കിലും ഒന്ന് യൂട്രസ് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അൾട്രാസൗണ്ട് ചെയ്താൽ മതി. അൾട്രാസൗണ്ടിന് അത്ര പൈസയൊന്നും വരത്തില്ല, 1000 രൂപയിൽ താഴേക്ക് വരുള്ളൂ. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അറിയാൻ പറ്റും യൂട്രസിൽ എന്തൊക്കെയാ ബുദ്ധിമുട്ടുള്ളതെന്ന്. അപ്പോൾ PCOD എന്ന് വ്യക്തമായിട്ട് സ്കാനിങ് റിപ്പോർട്ടിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാം. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കാം. പിന്നെ ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണയായിട്ട് PCOD ഉള്ളവർക്ക് വെയിറ്റ് ഇത്തിരി കൂടി കാണും കേട്ടോ. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക എന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. കാരണം PCOD ഉള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ വെയിറ്റ് കുറച്ച് നിർത്തുകയും വേണം PCOD നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഡയറ്റീഷ്യൻസിന് വലിയ ബുദ്ധിമുട്ടാണ് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പ്രോപ്പർ ആയിട്ട് പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് നിങ്ങൾ PCOD ഉള്ള എല്ലാവരും തന്നെ ഡയറ്റീഷ്യനെ കാണണം, അത് നിർബന്ധമാണ്. ഡയറ്റീഷ്യനെ കണ്ടിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ മെഡിസിൻസ് മാത്രം എടുത്തത് കൊണ്ട് ഒരു കാര്യമില്ല. ഡയറ്റ് എടുക്കുക, വർക്കൗട്ട് ചെയ്യുക, ഇതെല്ലാം കൊണ്ട് മാത്രമേ നമുക്ക് PCOD ക്യൂർ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം, PCOD ഉള്ളവർക്ക് ഇപ്പം ആഫ്റ്റർ മാരേജ് കുട്ടികളൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവാനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ PCOD ഉള്ളവർക്ക്. പക്ഷേ കറക്റ്റ് മെഡിക്കേഷനും ഡയറ്റും ഒക്കെ എടുത്ത് വെയിറ്റ് ഒക്കെ കുറച്ചൊക്കെ നിർത്തുവാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും. എല്ലാവർക്കും ആവണമെന്നുമില്ല, ഞാനൊരു ചാൻസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി PCOD ഉണ്ട് നിങ്ങൾക്ക് എങ്കിൽ എങ്ങനെയാണ് ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, റിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കുക. റിഫൈൻഡ് ഫ്ലോർ, റിഫൈൻഡ് ഓയിൽസ്, ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. റിഫൈൻഡ് ഫ്ലോർ എന്ന് പറയുമ്പോൾ മൈദ, റവ ഒക്കെ അതിൽ പെടും. അത് ഒഴിവാക്കുക. ബ്രെഡ്, ബണ്ണ്, ബിസ്ക്കറ്റ്, റസ്ക് തുടങ്ങിയ മൈദയുടെ എല്ലാ ആഹാര സാധനങ്ങളും ഒഴിവാക്കേണ്ടതാണ്. റിഫൈൻഡ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, സാധാരണ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ അത്ര നല്ലതല്ല. അതുപോലെ തന്നെ സാധാരണ സൺഫ്ലവർ ഓയിൽ പിന്നെയും കുഴപ്പമില്ല, റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ അത്ര നല്ലതല്ല. ഇങ്ങനെ റിഫൈൻഡ് എന്ന് കേൾക്കുന്ന ആ പദമുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക. റിഫൈൻഡ് ഷുഗർ, നമുക്കറിയാം, പഞ്ചസാരയുടെ ഉപയോഗം കംപ്ലീറ്റ് നിർത്തേണ്ടതാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗറുള്ള ആഹാര സാധനങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫ്രൂട്ട്സും അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം. പാല് PCOD ഉള്ളവർ അധികം കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് പാൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒക്കേഷണലി പാൽ യൂസ് ചെയ്യാവുന്നതാണ്, ഇടയ്ക്കെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിനൊന്നും പ്രോബ്ലം ഇല്ല. പാൽ ഉപയോഗിക്കുവാണെങ്കിൽ ഇപ്പോൾ രാത്രി കിടക്കുന്നതിന് ഒരു 1 മണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് പാലിൽ ഒരു 1/4 സ്പൂൺ ശുദ്ധമായ മഞ്ഞൾ പൊടി മിക്സ് ചെയ്തിട്ട് ഗോൾഡൻ മിൽക്ക് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ബാക്കി ഇപ്പോൾ നോൺ വെജ് ഐറ്റംസ്, ഫിഷ് യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ചിക്കനൊക്കെ റെഗുലർ ആക്കരുത്. ചിക്കൻ ഒരു 2 ആഴ്ച
കൂടുമ്പോഴോ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. റെഗുലർ എല്ലാ വീക്കും ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ യൂസ് ചെയ്താൽ മതിയാവും. മുട്ട ഡെയിലി ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. എഗ്ഗ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഫിഷ് ഉപയോഗിക്കാം. അപ്പോൾ പ്രോട്ടീൻ ആയി. പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം, പയറ്, പരിപ്പ്, കടല അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു പ്രോട്ടീൻ്റെ സോഴ്സ് എല്ലാം കൂടെ വരുമ്പോഴത്തേനും ആയി. ഹെൽത്തി ഫാറ്റ് ആവശ്യമാണ്, അതിന് വേണ്ടിയിട്ട് നട്ട്സ് യൂസ് ചെയ്യാം. ബദാമോ കാഷ്യൂസോ എന്താണെങ്കിൽ 5 മാത്രം, ഒരു പോർഷൻ എന്ന് പറയുന്നത് 5 അപ്പോൾ അത് യൂസ് ചെയ്താൽ മതിയാവും. ഇനി രാത്രി ഡിന്നറൊക്കെ നിങ്ങൾ കഴിക്കുവാണെങ്കിൽ ചപ്പാത്തിയാണ് കൂടുതലും നല്ലത്. ഗോതമ്പിൻ്റെ ആഹാര സാധനങ്ങൾ കഴിക്കാം. ചോറ് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം, അതായത് ചോറ് കോരിയിൽ ഒരു 1.5 കയ്യിൽ ചോറ് അത്ര മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് നേരത്തെ ആക്കുക. 8 മണിക്ക് മുമ്പെങ്കിലും ഡിന്നർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ ഫ്രൈഡ് ഐറ്റംസ്, നമ്മൾ വെയിറ്റ് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കംപ്ലീറ്റ് ഒഴിവാക്കുക. എണ്ണയുടെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കുക. വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യുക. വെള്ളം ധാരാളം കുടിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ PCOD ഏകദേശം നിങ്ങൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്, PCODക്ക് ഒരു ചെറിയ ഡയറ്റ് പ്ലാൻ കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇത് പേഴ്സണലൈസ്ഡ് അല്ല, ഒരു ജനറലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ തന്നെ ഒരു ഡയറ്റീഷ്യനെ കണ്ട് വാങ്ങാം. ഓക്കെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫ്ലാക്സ് സീഡിൻ്റെ പൗഡർ, ഫ്ലാക്സ് സീഡ് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഒക്കെ മാറാനൊക്കെ വേണ്ടിയിട്ട്. അത് യൂസ് ചെയ്യാം. ഫ്ലാക്സ് സീഡ് വറുത്ത് പൊടിച്ചിട്ട് ഒരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ ആട്ടോ, ടേബിൾ അല്ല, 1/4 ടീസ്പൂൺ എടുക്കുക. 200 ml ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റില്ല, വേറൊന്നും കഴിക്കാതെ അത് കുടിക്കാം. അതിനുശേഷം 1 മണിക്കൂർ ഒന്നും കഴിക്കരുത്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലിയോ ദോശയോ അപ്പോ പുട്ടോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 2 മാത്രം. ഓക്കെ. പയറ്, പരിപ്പ്, കടലയൊക്കെ അതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒട്ടും സമയമില്ലെങ്കിൽ ഒരു ഗ്ലാസ് ഓട്സ് വെറുതെ യൂസ് ചെയ്യാം. ഓവർനൈറ്റ് ഓട്സ് ആയിട്ട്, അതായത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇത്തിരി നട്ട്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഓവർനൈറ്റ് ഓട്സ് പ്രിപ്പറേഷൻ ആയിട്ട് ചെയ്യാം. ഇനി അതിന് സമയമില്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയത് അല്ലെങ്കിൽ വെറുതെ പഴുത്ത നേന്ത്രപ്പഴം ആണെങ്കിലും രാവിലെ യൂസ് ചെയ്യാം, അതിനൊന്നും പ്രോബ്ലം ഇല്ല. അങ്ങനെ എന്താണെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ക്വാണ്ടിറ്റി കുറയ്ക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നീട് സമയത്ത് ഒരു 11:30 ആകുമ്പോൾ നിങ്ങൾക്ക് വിശക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് യൂസ് ചെയ്യാം. ഏതെങ്കിലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് യൂസ് ചെയ്യാം. പിന്നെ ഉച്ചയ്ക്ക് ചോറ് അളവ് കുറച്ചിട്ട് ഉപയോഗിക്കാം. കറികൾ, അതിൻ്റെതായ കറികൾ ഉപയോഗിക്കാം. 4 മണിക്ക് എഗ് വൈറ്റ് ഉപയോഗിക്കാം. 2 മുട്ടയുടെ വെള്ള ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു മുട്ടയുടെ ഉണ്ണിയോട് കൂടെ എടുക്കാം. ഹോൾ എഗ് എടുക്കാം, ഒരു മുട്ടയുടെ വെള്ളയും കൂടെ എടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ഓംലെറ്റ് ആക്കിയോ അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചായ കുടിക്കണമെങ്കിൽ കുടിക്കാം കേട്ടോ, പക്ഷേ മധുരം കംപ്ലീറ്റ് ഒഴിവാക്കുക. പഞ്ചസാര, ശർക്കര, തേൻ, കൽക്കണ്ടം ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. ഇനി രാത്രി ചോറ് ആവശ്യമുള്ളവർക്ക് കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, മില്ലറ്റ്സ് കഴിക്കാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്ത് യൂസ് ചെയ്യുവാണെങ്കിലും ക്വാണ്ടിറ്റി കുറയ്ക്കുക. പോർഷൻ കൺട്രോളിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞോളും. എണ്ണയിൽ വറുത്തത് പൊരിച്ചതൊക്കെ ഒഴിവാക്കുക. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന സാധനങ്ങൾ കഴിക്കാം. നിങ്ങൾക്ക് 4 മണിക്കാണെങ്കിലും അട യൂസ് ചെയ്യാം, നല്ലതാണ്. അട യൂസ് ചെയ്യാം. മധുരം ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ അടയിൽ ഒരുപാട് ശർക്കരയൊന്നും ഇട്ടിട്ട് അട ഉണ്ടാക്കരുത്, വെറുതെ അട യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അവല് നല്ലതാണ്. അവല് വെറുതെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് അത് വേണമെങ്കിൽ കഴിക്കാം. സീഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം, അതിനൊന്നും പ്രോബ്ലം ഒന്നുമില്ല. ഇനി ഡിന്നറിന് നമുക്ക് ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാം, എന്താണെങ്കിലും ക്വാണ്ടിറ്റി കുറച്ചിട്ട് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മില്ലറ്റ്സോ ചപ്പാത്തിയോ ചോറോ ഒക്കെ ഉപയോഗിക്കാം, അളവ് കുറച്ചിട്ട് ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. ഇനി രാത്രി കിടക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് ഈ ഗോൾഡൻ മിൽക്ക്, അതായത് ഒരു ഗ്ലാസ് പാലിൽ പാട മാറ്റിയിട്ട് ഒരു 1/4 സ്പൂണ് ശുദ്ധമായ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അതും കൂടി കുടിച്ചിട്ട് കിടക്കുക. അപ്പം ഇങ്ങനെയാണ് ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വർക്കൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കുറയുന്നതായിരിക്കും. നിങ്ങൾ ഒരു നേരമൊക്കെ ഒന്നും കഴിക്കാതെ, ചിലർ പറയാറുണ്ട് രാത്രി ആരൊന്നും കഴിക്കാറില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതാണ്, പിന്നെ രാത്രി അങ്ങ് കയറി കിടക്കുമെന്നൊക്കെ. അത് അസിഡിറ്റി, ബ്ലോട്ടിംഗ് ഒക്കെ കൂടുവാനേ കാരണമാവുള്ളൂ. എല്ലാ സമയം ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വെയിറ്റ് കുറയില്ല. ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും PCODക്ക് പറ്റിയതോ അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് പറ്റിയതോ വേറെ എന്തെങ്കിലും ഡിസീസിന് പറ്റിയോ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ഡയറ്റ് പ്ലാൻ പ്ലസ് കൺസൾട്ടേഷൻ നൽകുന്നതായിരിക്കും. താഴെ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.